ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. നല്ല നാടൻ മത്തിയും കപ്പയും ചേർന്നുള്ള ഒരു പുഴുക്ക് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ? പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഏകദേശം 1 കിലോ കപ്പ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഒന്ന് ഊറ്റി വെച്ചിരിക്കുന്നതാണിത്. മത്തി ഏകദേശം ഒരു 3/4 കിലോയോളം ഉണ്ട്. ചെറിയ മത്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നെയ്യുള്ള മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിനി മത്തി ഒന്ന് കറിയാക്കി എടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 5 or 6 ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 പച്ചമുളക് ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മസാലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇതൊക്കെ കണ്ടോ, അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ ചാറിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്നതിൽ അല്പം കൂടി ഒന്ന് ലൂസായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. കാരണം നമ്മളിതിലേക്ക് കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ. നമ്മുടെ പുഴുക്ക് ഒരല്പം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിനാണ്, ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് വേണം നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ട കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒന്ന് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 3 ചുള്ള കുടംപുളിയുണ്ട്. ഇനി നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അരപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രയും കൂടുതൽ ചേർക്കുന്നുണ്ടോ അത്രയും നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതാണ്. മീൻ കറി തയ്യാറാകുമ്പോഴേക്ക് നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു ചെറിയ മുറി തേങ്ങ തിരുമിയതിലേക്ക് 2 പച്ചമുളക്, ഒരല്പം ജീരകം, 2 ചുള്ള വെളുത്തുള്ളി, 2 ചുള്ള ചുവന്നുള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെണ്ണ പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ പുഴുക്കിനൊക്കെ അരയ്ക്കുന്ന പോലെയുള്ള ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തുള്ള പുളി അങ്ങ് മാറ്റാം. കാരണം നമ്മളിതിലേക്ക് ഇനി കപ്പ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പുളിയുടെ ആവശ്യമില്ല. പുളി അങ്ങ് നീക്കം ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമ്മുടെ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പും കൂടെ ചേർക്കാം. ഇനി ഈ അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ചെറിയ മത്തി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ മുള്ള് നീക്കം ചെയ്യാത്തത്. നമുക്ക് മുള്ള് കളഞ്ഞിട്ട് വേണമെങ്കിൽ പുഴുക്ക് തയ്യാറാക്കാം. വലിയ മത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മുള്ള് കളഞ്ഞിട്ട് വേണം നമ്മൾ പുഴുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അരപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മത്തിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ.
കണ്ടോ? അങ്ങനെ നമ്മുടെ കപ്പയും മത്തിയും ചേർന്നിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ടേസ്റ്റാണെന്നറിയോ ഇത് കഴിക്കാനായിട്ട്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്